എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഇതൊരു പ്രൊമോ റിവ്യൂ ആണ്. അപ്പോൾ റീതാമ്മ പുളിക്കൽ തറവാട്ടിലെ ആങ്ങളമാരെ എല്ലാം വിളിച്ചു വരുത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അവർ ആങ്ങളമാരും പോലീസുകാരും പള്ളിയിലുള്ളവരും രാഷ്ട്രീയക്കാരും എല്ലാവരുമായിട്ട് വരാൻ തീരുമാനിച്ചല്ലോ. അതിൻ്റെ കൂടെ ഒരു സപ്പോർട്ടിന് വേണ്ടി പുനലൂരും ഈ കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുവാണ്. കൊട്ടാരമറ്റത്തിലോട്ട് വിളിക്കുന്നു. റോബിനെയാണ് ആദ്യം വിളിക്കുന്നത്. റോബിച്ചിനെ വിളിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ റോബിച്ചൻ പറയുന്നുണ്ട്, ഈ കാര്യം ഞങ്ങൾ അറിഞ്ഞായിരുന്നു, അവളെ അവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി അപ്പച്ചൻ അങ്ങോട്ട് പോയതുമാണ് എന്നൊക്കെ പറയുമ്പോൾ, എന്നിട്ട് എന്തേ ഇറക്കി വിടാതിരുന്നത്? അവിടെ ചെന്നിട്ട് നിൻ്റെ ചേട്ടനേക്കാൾ കൂടുതൽ അവളെ തലയെ വെച്ചുകൊണ്ട് നടക്കുന്നത് നിൻ്റെ അപ്പച്ചനാണ് എന്നാണ് പറഞ്ഞത്, നീ ഒന്ന് അന്വേഷിച്ച് നോക്കുക എന്നൊക്കെ പറയും. അന്നേരം റോബിച്ചൻ പറയുന്നുണ്ട്, അവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ലാലിച്ചനാണല്ലോ, അപ്പോൾ പിന്നെ അപ്പച്ചൻ അതിനകത്ത് കൂടുതൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പം റീതമ്മ പറയുവാണ്, അതിന് പറ്റാത്തത് നട്ടലില്ലാത്തത് കൊണ്ടാണ് എന്ന്. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് റോബിച്ചിന്. ഫോൺ വെച്ച് കഴിഞ്ഞ് ആ ദേഷ്യം ആൻസിയോട് പറയുന്നുണ്ട്. ആൻസിയും റോബിച്ചിനോട് സംസാരിച്ചതിന് ശേഷം റോബിച്ചിൻ ഇത് അപ്പച്ചനോട് ചോദിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് നേരെ അകത്തോട്ട് വരുന്നു. എന്നിട്ട് അപ്പച്ചനോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ്. അന്നേരം വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അതിനിപ്പോൾ എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും, അവന് വർഷങ്ങൾക്ക് മുമ്പ് പറ്റിയ ഒരു അബദ്ധമാണ്, അതിലുണ്ടായ ആ കുഞ്ഞിനെ അവൻ ഏറ്റെടുത്ത് നോക്കുന്നു. ഇത്ര കാലം അത് അനാഥാലയത്തിലല്ലേടാ ജീവിച്ചത്, ഇനി കുറച്ച് കാലം അത് അതിൻ്റെ അപ്പൻ്റെ കൂടെ ജീവിക്കട്ടെ, അതിനെന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുമ്പോൾ റോബിച്ചൻ ചോദിക്കുന്നുണ്ട്, ഈ ഒരു കാര്യത്തിന് അപ്പച്ചൻ കൂടി സൈഡ് നിൽക്കുവാണോ, ശരിക്കും ഇത് ശരിയല്ല എന്ന് ലാലിച്ചനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അപ്പച്ചനല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം വല്യപ്പച്ചൻ പറയുന്നുണ്ട്, എടാ ഞാൻ അവളെ അവിടുന്ന് ഇറക്കി വിടാൻ വേണ്ടി തന്നെയാണ് അങ്ങോട്ട് ചെന്നത്, പക്ഷേ അവളുടെ മുഖവും ആ ചിരിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവളെ അവിടുന്ന് ഇറക്കി വിടാൻ തോന്നത്തില്ല, അവളുടെ കൂടെ കൂടാനേ തോന്നത്തുള്ളൂ. ഇപ്പോൾ ദേ ഇവിടെ കിടന്ന് ഈ ബഹളം വെക്കുന്ന നീയും അവളെ കണ്ടു കഴിഞ്ഞാൽ അവളുടെ സൈഡാകും, അതേ സംഭവിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും നോവലിൽ റോബിച്ചിനും ആൽബിച്ചിനും ഒക്കെ വരുന്നുണ്ട് അപ്പച്ചനോട് ഈ കാര്യങ്ങൾ ചോദിക്കാൻ. എല്ലാവരും വിളിച്ച് പറയും, റീതാമ്മ കുളം കലക്കാവുന്ന അത്രയും കുളം കലക്കും. അന്നേരം വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അവൾ എന്തെങ്കിലും ഇങ്ങോട്ടൊരു നല്ല കാര്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ, അവൾ എന്തെങ്കിലും കുത്തിത്തിരിപ്പുമായിട്ടാണ് ഇവിടെ വിളിക്കാറുള്ളത്, ഇന്നും അത് തന്നെയല്ലേ ചെയ്തത്, അതാണ് ഞാൻ പറഞ്ഞത്, അവൾ പറയുന്നത് കേൾക്കണ്ട, നമ്മളാണ് തീരുമാനം എടുക്കേണ്ടതെന്നൊക്കെ വല്യപ്പച്ചൻ പറയുന്നുണ്ട്. പക്ഷേ അവർ രണ്ടുപേരും ദേഷ്യപ്പെടുമ്പം പിന്നെ വല്യപ്പച്ചൻ പറയും, ഇതൊന്നും നിങ്ങൾ എന്നോടല്ല പറയേണ്ടത്, അവിടെ ചെന്ന് ലാലിച്ചനോട് പറ, അതാ നല്ലത് എന്ന്. അന്നേരം റോബിച്ചൻ പറയുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ല, അതുകൊണ്ടാണല്ലോ അപ്പച്ചനോട് പറഞ്ഞത്, അപ്പച്ചൻ അവരുടെ സൈഡാണ്. ഏതായാലും ഈ കാര്യങ്ങളൊന്നും അത്ര നിസ്സാരമായിട്ട് തീരെയല്ല. പുനലൂരുകാർ ഇത് വലിയ പ്രശ്നമാക്കി എടുത്തിട്ടുണ്ട്. അവർ ആൾക്കാരെ എല്ലാം കൂട്ടിക്കൊണ്ട് വന്ന് ലാലിച്ചൻ്റെ അടുത്ത് നിന്ന് ആ പെണ്ണിനെ പറപ്പിക്കും. അതിനുള്ളതൊക്കെ റീതാമ്മ ചെയ്യുകയും ചെയ്യും. ഞങ്ങളെയും വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെങ്കിൽ ഞങ്ങൾ ന്യായത്തിൻ്റെ ഭാഗത്തെ നിൽക്കുള്ളൂ. എൽസമ്മയും മക്കളും ജീവിച്ചിരിക്കുന്ന സമയത്ത് മറ്റൊരു പെൺകുട്ടിയെ കൊണ്ടുപോകുന്ന മകളാണ് എന്ന് പറഞ്ഞ് കൂടി താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറ്റത്തരമല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ആ സൈഡിൽ നിൽക്കുള്ളൂ എന്നൊക്കെ റോബിച്ചൻ പറയുന്നുണ്ട്. അന്നേരം അപ്പച്ചൻ കൂളായിട്ട് നിന്ന് പറയും, അതെന്താണെന്ന് വെച്ചാൽ ലാലിച്ച് നോക്കിക്കോളും, അവനത് ചെയ്യാൻ അറിയാം. ഇങ്ങനെയുള്ള സംസാരമൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ച കഴിയുമ്പോഴേക്കും വല്യപ്പച്ചൻ അവിടെ നിന്ന് നമ്മുടെ സ്റ്റാൻലിയുടെ അടുത്തേക്ക് പോരും കേട്ടോ. അലീനയുടെ അടുത്ത് നിൽക്കാനാണ് ഇനി വല്യപ്പച്ചന് താല്പര്യം. ഏതായാലും ഈ സമയം അലീന അവിടെ ഉപവാസം തുടങ്ങിയിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചെന്നിട്ടില്ല, അത് കഴിഞ്ഞ് ഉച്ചയൂണും ചെന്നിട്ടില്ല. നേരം എല്ലാം സ്റ്റാൻലി അലീനെ അന്വേഷിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പം അലീന ആ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണും. സ്റ്റാൻലിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അലീനയ്ക്ക് നല്ല ക്ഷീണമുണ്ടെന്ന്, മുഖമൊക്കെ നന്നായിട്ട് ക്ഷീണിച്ചാണ് ഇരിക്കുന്നത്, ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് ഇടപെടുന്നില്ല സ്റ്റാൻലി. എന്താണ് നീ ഭക്ഷണം കഴിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ഉപവാസമാണെന്ന് പറയും. സ്റ്റാൻലിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായി, പക്ഷേ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പിന്നെ അപ്പച്ചൻ ഇങ്ങ് വന്ന് കഴിയുമ്പോൾ അപ്പച്ചനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അലീന ഉപവാസം തുടങ്ങിയ കാര്യമൊക്കെ. അന്നേരം അവൻ്റെ അടുത്ത് വേണോ, നീ പട്ടിണി കിടന്ന് ചത്തുപോകത്തേ ഉള്ളൂ, അവൻ അത് മൈൻഡ് ചെയ്യില്ല ചിലപ്പം എന്ന് അപ്പച്ചൻ കാര്യം തുറന്നു പറയും. അന്നേരം അലീന പറയും, അങ്ങനെ ചത്തുപോകാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ട് ഒന്നിടവിട്ട ദിവസം ഞാൻ ഉപവാസം എടുക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. സ്റ്റാൻലിയുടെ സ്വഭാവം കുറേയൊക്കെ അലീനയും പഠിച്ചല്ലോ, അതുകൊണ്ട് തന്നെ. പിന്നെ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, എടി മോളെ നീ ഇവിടെ വന്ന കാര്യം വലിയ പ്രശ്നമായി, ലാലിച്ചൻ്റെ ഭാര്യ വീട്ടുകാർ വലിയ പ്രശ്നമാക്കി, അവരിവിടെ വന്ന് നിന്നെ പറപ്പിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്, അതിനുവേണ്ടി മിക്കവാറും എല്ലാവരും കൂടെ പടപ്പുറപ്പാടുമായിട്ട് ഇങ്ങോട്ട് വരും, അതുപോലെ എൻ്റെ വീട്ടിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അലീന ചോദിക്കും, വല്യപ്പച്ച എല്ലാവരും കൂടെ എന്നെ ഇവിടുന്ന് പറപ്പിക്കുമെന്ന്, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന വല്യപ്പച്ചനെയും കാണിക്കുന്നുണ്ട്.